പ്രൈസ് ഗോഡ്. വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ദേശത്തിൻ്റെ മേൽ, ഇത് കേൾക്കുന്നവരുടെ മേൽ എപ്പോഴും ആ പൂർണ്ണതയിലുള്ള നിറവ് നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചന ചിന്തക്കായിട്ട് അപ്പോസ്തലനായ യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് വളരെ അനുഗ്രഹിക്കപ്പെട്ട എന്താണ് വിശ്വാസം, എവിടെയാണ് ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മേൽ, അല്ലെങ്കിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ മേൽ എവിടെയാണ് ദൈവം ആ മഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ്. നമ്മളെല്ലാവരും ഏകദൈവത്തെ വിശ്വസിക്കുന്നു. നമ്മൾ പലരും വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് പറയുന്നത്, എവിടെയാണ് ആ വിശ്വാസത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതെന്ന് വെച്ചാൽ, ഒരു പ്രവൃത്തി നാം ചെയ്യുമ്പോൾ, വിശ്വാസത്താൽ നാം ഒരു പ്രവൃത്തി ഫുൾഫിൽ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു. ആമേൻ. ഇവിടെ അബ്രഹാമിനെക്കുറിച്ച് ആണ് അപ്പോസ്തലനായ യാക്കോബ് സംസാരിക്കുന്നത്. ആ പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി. അപ്പം വിശ്വാസം പൂർണ്ണമായത് അബ്രഹാം സ്വന്തം മകനെ യാഗമായി യാഗപീഠത്തിന്മേൽ കിടത്തിയപ്പോൾ, അവിടെ വരെ വിറകും കത്തിയും തീയുമായിട്ട് വന്നു മോറിയാമലയിൽ സ്വന്തം മകനെ യാഗം കൊടുക്കുവാൻ സ്വന്തം പിതാവ് മകൻ്റെ തലയിൽ വിറകും മായിട്ട് യാഗപീഠത്തിലോട്ട് കയറി വരുന്നു. ആ യാഗവസ്തുക്കളെല്ലാം അവിടെ നന്നായി ക്രമീകരിക്കപ്പെട്ടതിന് ശേഷം സ്വന്തം മകൻ്റെ കൈകാലുകൾ കെട്ടി അടക്കിയിരിക്കുന്ന വിറകിൻ്റെ മീതെ കിടത്തി സ്വന്തം പിതാവ് സ്വന്തം മകനെ കിടത്തി. അവിടെയാണ് ആ വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് ആ ഒരു വലിയ പ്രവൃത്തിയുടെ മേൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെട്ടു. ഗ്ലോറി. ദൈവം നോക്കി അബ്രഹാം സ്വന്തം മകനെ, ദൈവവാഗ്ദത്ത സന്തതിയെ എനിക്ക് വേണ്ടി തരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ബാല്യക്കാരുമായി മൈലുകൾ ദൂരെ സഞ്ചരിച്ച് മോറിയാമലക്കടുത്തെത്തുന്നതിന് മുമ്പ് ബാല്യക്കാരെ ഇവിടെ നിന്നുകൊള്ളുക എന്ന് പറഞ്ഞു. സ്വന്തം മകൻ പിതാവിനോട് ചോദിക്കുന്നു, അപ്പാ യാഗവസ്തു എവിടെയാണ്? ആ ഓരോ സംസാരത്തിൻ്റെ ഇടയിലും അബ്രഹാം വിശ്വസിച്ചു. എൻ്റെ കർത്താവ് എന്നോട് ഹല്ലേലൂയ നിർജീവിത്വം സംഭവിച്ച സമയത്ത് എന്നോട് പ്രോമിസ് പറഞ്ഞിട്ടുണ്ട്. അതിന്നതാണ് എന്നോട് പറഞ്ഞ ആ പ്രോമിസ്. ഞാൻ അതിനെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആ വിശ്വാസത്തിൻ്റെ മേൽ ആ യാഗം നടന്നപ്പോൾ കർത്താവ് അവിടെ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം സഹോദരന്മാരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്കൊരോരുത്തർക്കും മുഖപക്ഷം കാണിക്കരുത്. ഹല്ലേലൂയ. ദരിദ്രനായ ഒരുത്തൻ വന്നാൽ, അല്ലെങ്കിൽ ധനവാനായ ഒരുത്തൻ വന്നാൽ, രണ്ട് തരത്തിലുള്ള പ്രവൃത്തികൾ പലപ്പോഴും പല സഭകളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയാറുണ്ട്. എന്നാൽ കർത്താവ് പറയുകയാണ്, ദൈവം ലോകത്തിൽ ദരിദ്രന്മാരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കിയെന്ന്. വളരെ വലിയ അനുഗ്രഹിക്കപ്പെട്ടൊരു മർമ്മം. അപ്പോൾ ഈ ലോകത്തിൻ്റെ ധനവാന്മാരെ അല്ല വിശ്വാസത്തിൽ സമ്പന്നരാക്കിയത്, ദരിദ്രന്മാരെ. ആമേൻ. ഇന്നിത് കേൾക്കുന്ന നിങ്ങൾ പൂർണ്ണമായി ക്രിസ്തീയ ജീവിതം മുഖപക്ഷം കാണിക്കാനുള്ളതല്ല, പന്തിയിൽ രണ്ട് തരത്തിലുള്ള പ്രവൃത്തി വെളിപ്പെടുത്താനുള്ളതല്ല.
വിശ്വാസത്താൽ വലിയൊരു പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പേ വിശ്വാസ കണ്ണുകളാൽ ആ പറഞ്ഞതിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ച് കാണിക്കുന്നതിൻ്റെ മേലാണ് ആ വിശ്വാസത്തെ ഒരു യാഗമായി കർത്താവ് സ്വീകരിക്കുന്നത്. ഇന്ന് പകൽ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു വിശ്വാസത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.